ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു നജൂസ് വൈബ്സ് ആൻഡ് ആർട്സ്. അപ്പോൾ ഇന്നിതാ കുറേ കാലത്തിന് ശേഷം വീണ്ടും വ്ളോഗ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ചായക്ക് വെള്ളം വെച്ചു. ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രം. കാര്യമായിട്ട് കിച്ചണിലുള്ളതാണ് മാത്രമുള്ള എടുത്തിട്ട്. കാരണം എന്താ വെച്ചാൽ മക്കൾക്കിപ്പോൾ ആദ്യം തൊട്ട് ഓൺലൈനിലൂടെയാണ് പഠനം നടക്കുന്നത്. നമ്മളെ വയനാട് ദുരന്തമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് സ്കൂളുകളും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ 4-5 ദിവസമായിട്ട് ഇപ്പോൾ വാട്സപ്പ് കൂടി തന്നെയാണ് മക്കൾക്കുള്ള പഠന കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫോൺ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ രാവിലെ ചായൻ്റെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് കടി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ വിചാരിച്ച് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കിയിട്ട് അതിൽ തന്നെ കുറച്ച് പൊടി എടുത്തിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ വേറെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ച് വെള്ളമൊക്കെ വെച്ച്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കാറ്റും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ ബീഫ് ഉണ്ടായിരുന്നു, ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ബീഫൊക്കെ പുറത്തൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാനുള്ള സവാള, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാടൻ ബീഫ് കറി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വെള്ളമൊക്കെ തിളച്ചിട്ട് പിന്നെ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ബീഫ് എന്ത് ചെയ്തു വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതേപോലെ മസാലകളായിട്ട് മല്ലി, മുളക്, കുരുമുളക് പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എന്ത് ചെയ്തു അടുപ്പത്ത് വെച്ചു കേട്ടോ, ഗ്യാസിൽ വെച്ചെടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ നാളേക്കൊക്കെ ഇല്ലേ ദോശ ഉണ്ടാക്കാനുള്ള അരി വെള്ളത്തിലിട്ട് കണ്ട് കുതിർത്താൻ വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടു. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരളവൊന്നുമില്ല കേട്ടോ ഉഴുന്നിനും. അരി എടുക്കും, പക്ഷെ ഉഴുന്ന് എത്ര അളവ് എടുക്കേണ്ടതൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയക്കനുസരിച്ച് അങ്ങനെ ഉഴുന്നെടുക്കലാണ്. അപ്പോൾ ഒരു കിച്ചൺ റൂട്ടീനൊക്കെ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.